നമ്മൾ ആവശ്യമില്ലാത്ത ആപ്സൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അത് പലരും തെറ്റായ രീതിയിലാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആളുകളും ഹോം സ്ക്രീനിൽ തന്നെ ആപ്പ് സെലക്ട് ചെയ്തിട്ട് നേരെ അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുകയും ആപ്പിൻ്റെ ഡാറ്റയൊന്നും പോകാതെ അവിടെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവാനുള്ള കാരണവും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആപ്പ് ശരിയായ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലും ഞാൻ പറയുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് ആപ്പാണോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ അടിയിൽ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും, ഷെയർ, പിന്നെ ആപ്പ് ഇൻഫോ എന്ന്. ആ ആപ്പ് ഇൻഫോ കാണുന്ന സ്ഥലത്തുനിന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആപ്പിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇങ്ങനെ തുറന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ കാണാൻ സാധിക്കും ഫോഴ്സ് സ്റ്റോപ്പ്, അൺഇൻസ്റ്റാൾ, ക്ലിയർ ഡാറ്റ. അവിടെ നമ്മൾ ക്ലിയർ ഓൾ ഡാറ്റ എന്ന സ്ഥലത്ത് നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫ്രീ ആവുകയും ഫോൺ ഒന്ന് സ്മൂത്ത് ആവുകയും ചെയ്യും. നമ്മൾ സാധാരണ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പിൻ്റെ ഡാറ്റയൊക്കെ ഫോണിൽ തന്നെ കിടക്കുകയും ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഡാറ്റ കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവുകയും നമ്മുടെ ഫോൺ ഹാങ് ആവുകയും ചെയ്യും. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫോ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ആപ്പാണോ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഒട്ടുമിക്ക ആളുകൾക്കും ഈ ട്രിക്ക് അറിയില്ല. ഇതുകൊണ്ടാണ് നിങ്ങളുടെ പലരുടെയും ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവുന്നതും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലത്തെ ഉപകാരപ്രദമായ ടിപ്സിനും ട്രിക്സിനുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് മെല്ലെ തൊട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് തുടർന്നുള്ള ടിപ്പൊക്കെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ ഒരു ഉഗ്രം വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്. ബൈ ബൈ ഗായ്സ്.